ഗണേശ സേവാ സമിതി ഗണേശോത്സവത്തിന് തുടക്കമായി. പൂഴിക്കുന്ന് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ഗണേശ വിഗ്രഹം സ്ഥാപിച്ചതോടെയാണ് ഗണേശോത്സവത്തിന് തുടക്കമായത്. നീണ്ട 15 വർഷക്കാലം ഒറ്റപ്പാലം നിവാസികളുടെ ഭക്തിയുടെ ആനന്ദം തീർത്ത് ഒറ്റപ്പാലം ഗണേശ സേവാ സമിതിയുടെ ഈ വർഷത്തെ വിനായക ചതുർത്ഥി ആഘോഷങ്ങൾക്ക് ഒറ്റപ്പാലത്ത് തുടക്കമായി. ഒളപ്പമണ്ണമന ദേവസ്വം പൂഴിക്കുന്ന് അമ്പലത്തിൽ നിന്ന് തുടക്കം കുറിച്ച ഗണേശോത്സവത്തിന് പതിവ് തെറ്റിക്കാതെ ഒറ്റപ്പാലം ഗണേശ സേവാ സമിതിയുടെ ഈ വർഷത്തെ ഗണേശോത്സവവും പൂഴിക്കുന്നലപ്പന്റെ സന്നിധിയിൽ നിന്നു തന്നെയാണ് തുടക്കമാകുന്നത്. 9 ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ഗണേശോത്സവത്തിനായി പ്രതിഷ്ഠ നിർവഹിച്ച ഗണേശ വിഗ്രഹത്തിൽ വഴിപാട് സമർപ്പണത്തിനും ദർശന പുണ്യവും തേടിയും നിരവധി ഭക്തർ ക്ഷേത്രത്തിലെത്തിയിരുന്നു. 9 ദിനരാത്രങ്ങൾ നടക്കുന്ന ഉത്സവത്തിന്റെ ഭാഗമായി ആദരസഭ, ഘോഷയാത്ര, നിമഞ്ജന ഘോഷയാത്ര എന്നിവയും നടക്കുമെന്ന് ഗണേശ സേവാ സമിതി ജോയിന്റ് സെക്രട്ടറി അനിൽ പള്ളത്ത് പറഞ്ഞു. നമസ്കാരം. ഒറ്റപ്പാലം താലൂക്ക് ഗണേശോത്സവത്തിന്റെ ഭാഗമായി ഒറ്റപ്പാലം പൂഴിക്കുന്ന് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ഗണേശ നിമഞ്ജനത്തിനുള്ള വിഗ്രഹ പ്രതിഷ്ഠയാണ് ഇന്ന് നടന്നത്. 9 ദിവസങ്ങളാണ് ഇവിടെ പരിപാടികൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇന്ന് നമ്മൾ പ്രതിഷ്ഠ നടത്തി 24-ാം തീയതി സമൂഹത്തിലെ വിവിധ മേഖലകളിൽ കഴിവുകളിച്ച പ്രതിഭകളെ നമ്മൾ ആദരിക്കുന്നു. 27-ാം തീയതി വിനായക ദിവസം വൈകുന്നേരം 3 മണിക്ക് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടുകൂടി നഗരപ്രദക്ഷിണം ഇവിടുന്ന് ആരംഭിക്കുന്നതാണ്. അതിനുശേഷം 29-ാം തീയതി ഉച്ചയ്ക്ക് 3 മണിക്ക് നിമഞ്ജന ഘോഷയാത്രയിൽ ചേർന്ന് താലൂക്ക് സമിതിയുടെ നിമഞ്ജന ഘോഷയിൽ അണിചേരുന്നു. അതാണ് നമ്മുടെ ഇവിടുത്തെ പരിപാടികൾ. കഴിഞ്ഞ 12 വർഷമായി മുടങ്ങാതെ നടത്തുന്ന ഗണേശോത്സവമാണ് ഒറ്റപ്പാലം പൂഴിക്കുന്ന് ശ്രീകൃഷ്ണ ഗണേശോത്സവം. ചേട്ടാ ഒരു ചായ. സൂപ്പർ ഫാസ്റ്റ് ആണല്ലോ. ഇതെന്താ കേരള വിഷൻ വൈഫൈയാ? ഫാസ്റ്റ് ഒക്കെ തന്നെ, പക്ഷെ കേരള വിഷൻ വൈഫൈ കണക്ഷൻ ഫ്രീ ആണ്. ചായ ഫ്രീ അല്ല, കാശട് കേരള വിഷൻ ഫ്രീ വൈഫൈ കണക്ഷൻ. ഫ്രീ ആയി കണക്ട് ആവൂ.